കൂട്ടുകാരെ എല്ലാവരും ഒന്ന് വായോ. നമുക്ക് കർക്കിടകം പ്രമാണിച്ച് ഒരു മടൻ തേയില തോരൻ അങ്ങോട്ട് വെക്കാം. മടൻ തേയില എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട് വലിയ സാധനമാവുന്നൊന്നുമില്ല. നമ്മുടെ ചേമ്പുണ്ടല്ലോ, ചേമ്പിൻ്റെ തളിരല അരിയാണ് ഈ മടൻ തേയില എന്ന് പറയണത്. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊരു ചെടിയൊന്നും അല്ല കേട്ടോ അത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് ചുറ്റുവട്ടങ്ങൾ ഒരുക്കണേനാണ്. ഈ ഇല മുറിച്ച് കൊണ്ടുവരാനും അതിൻ്റെ പാടുകൾക്കാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. വെക്കാനായിട്ട് നമുക്ക് വെറും 5 മിനിറ്റ് അത്രേ വേണ്ടൂ. അതിനായിട്ട് നമുക്ക് ആവശ്യം ചേമ്പിൻ്റെ ഇളയ തളിരല. അത് പൊട്ടിച്ചിട്ട് നമ്മൾ അത് പീസാക്കിയിട്ട്, തീരെ ചെറിയ പീസല്ല, ഞാൻ ഇതിൽ ചെയ്ത പോലെ ചേമ്പിൻ്റെ ഇല തന്നെ മൂത്തത് അധികം വേണ്ട കേട്ടോ. അതിൻ്റെ ഈ വലിയ നാരുകളൊക്കെ കളഞ്ഞിട്ട് അത് ഇത്തിരി നമുക്ക് ഈ നമ്മൾ തുണിയൊക്കെ തീർക്കില്ലേ തിരി തെളുക്കാൻ, അതുപോലെ ആ ചേമ്പിൻ്റെ ഒരു പീസായിട്ട് ആക്കിയിട്ട് ആ ചേമ്പിൻ്റെ ഇല ഇങ്ങനെ നമ്മൾ ചുരുട്ടി കെട്ടിയിട്ട് അത് ചെറിയ ചെറിയ കെട്ടുകളാക്കി വെക്കുക. പിന്നെ വേണ്ടത് കുറച്ച് നാളികേരം, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇതിൽ. പിന്നെ നല്ല നാടൻ പച്ചമുളക് കിട്ടിയാൽ അത് നല്ലത്. പിന്നെ നമ്മുടെ ചുവന്നുള്ളി, പിന്നെ പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം. പച്ചവെള്ളം നമ്മൾ ഈ കറിയിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ നാളികേരം എടുക്കുക. അതിൽ ഈ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മല്ലിപ്പൊടി ഉണ്ടല്ലോ, മല്ലിപ്പൊടിയാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ ആ മല്ലിപ്പൊടിയും നമ്മൾ എടുക്കണ ഇലയനുസരിച്ച് അതിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള ആ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ നാളികേരം ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ മീൻ പീരിയൊക്കെ വെക്കുമ്പോൾ നാളികേരം ഒതുക്കിയെടുക്കില്ലേ, അതുപോലെ ഒതുക്കിയെടുത്തിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ചട്ടി അടുപ്പത്ത് വയ്ക്കുക, ചുവന്നുള്ളി ഇടുക. അതിൻ്റെ മീത് നമ്മുടെ ഈ ചേമ്പിൻ്റെ ഇലക്കെട്ടുകളുണ്ടല്ലോ അതങ്ങോട്ട് നിരത്തുക. പിന്നെയും കുറച്ചും കൂടി ഉള്ളി അതിൻ്റെ മീതി ഇടുക. പിന്നെ നമ്മുടെ ഈ അരപ്പിടുക. പിന്നെ കുടപ്പുളി, നമ്മളിതിൽ വേറെ മറ്റുള്ള പുളികളൊന്നുമല്ല, കുടപ്പുളി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളവും അധികം വേണ്ട കേട്ടോ. അധികം പുളി അധികമായി അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ആ കുടപ്പുളിയും ഇട്ട് പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളവും അതും പാകത്തിന് ഉപ്പോട്ട് ഈ സാധനം വേവിച്ചെടുക്കുകയാണ്. അതിപ്പോൾ ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ പീരിയൊക്കെ വെറ്റിക്കില്ലേ, ഏകദേശം അതേ ഒരു മീൻ കറിയുടെ ഒരു ടേസ്റ്റിലാണ് ഈ സാധനം ഉള്ളത് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് എങ്ങനെയാണെന്നൊന്ന്. പിന്നെ ഈ സാധനം നല്ലോണം ഒരു വിധം വെന്ത് ഇതായിട്ട് വരുമ്പോൾ അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ, നല്ല മണത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് അതങ്ങോട്ട് ഒരു ലേശം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാടൻ തേയില കറി റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ മീൻ പീരിയൊക്കെ വറ്റിക്കില്ലേ അതുപോലെയുള്ളൊരു ടേസ്റ്റാണിത്. നാളികേരം ഓവറായിട്ട് എടുക്കൊന്നും വേണ്ട കേട്ടോ. പാകം നമ്മൾ എടുക്കണ ചേമ്പിൻ്റെ ഇലയുടെ കണക്കനുസരിച്ചിട്ടുള്ള നാളികേരം എടുത്താൽ മതി. അപ്പോൾ അതൊന്നും നിങ്ങളും കൂടി ഒന്ന് വെച്ച് നോക്കട്ടെ. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. നമുക്ക് മീൻ പീര കഴിക്കുന്ന പോലെ കഴിക്കാം. നേരിയ പുളിയും അതൊക്കെ ആയിട്ട് ചേമ്പല അതിലങ്ങോട്ട് വെന്ത് ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോയും എൻ്റെ മടൻ തേയില തോരനെയും എന്നെയൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഓടി വരാം. ടാറ്റാ, ബൈ ബൈ.